സാലറി കൂടുന്നുണ്ട്, പക്ഷെ ബാങ്ക് ബാലൻസ് കൂടുന്നില്ല. ഈ 3 കാര്യങ്ങളായിരിക്കും ഇതിന് കാരണം. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ് ആദ്യത്തെ കാര്യം. സാലറി കൂടുമ്പോൾ നമ്മൾ യൂഷ്വലി നല്ല കാറ്, ഏറ്റവും പുതിയ ഫോൺ ആൻഡ് ടെക്നോളജി, നല്ല റെസ്റ്റോറൻറ്റ്സിൽ നിന്നുള്ള ഭക്ഷണം, ഓൺലൈൻ ഷോപ്പിംഗ്, അങ്ങനെ മുഴുവനായും ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുന്ന തിരക്കിൽ സേവിങ്സിനെ കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. രണ്ടാമത്തേന്ന് പറയുന്നതാണ് EMI ട്രാപ്സ്. നമ്മൾ എപ്പോഴും ചിന്തിക്കും EMI മാനേജബിൾ ആണ്, പക്ഷെ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലാണ്. ഫോൺ EMI, ബൈക്ക് EMI, കാർ EMI ഇതെല്ലാം തിരിച്ചടച്ചു വരുമ്പോൾ സാലറിയുടെ പകുതിയും തീർന്നു പോകും. മൂന്നാമത്തേന്ന് പറയുന്നതാണ് നോട്ട് ഇൻവെസ്റ്റിംഗ്. സാധാരണക്കാർക്കിടയിലുള്ള ഒരു ചിന്താഗതിയാണ്. ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് പൈസ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യാം, മാർക്കറ്റ് റിസ്ക് ആണ്, ഇപ്പൊ ടൈമില്ല, ഇങ്ങനെ കുറെ എക്സ്ക്യൂസസും നമ്മൾ കണ്ടെത്തും. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാം എന്ന് ചോദിക്കുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. ഒരു എക്സ്പെൻസീവ് പർച്ചേസിന് മുമ്പ് ഇത് വേണോ വേണ്ടയോ, ഇത് വാങ്ങുന്നുണ്ട് ലൈഫ് ബെറ്റർ ആകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. സിമ്പിളായി പറഞ്ഞ വരവറിഞ്ഞ് ചിലവാക്കുക. അതിലൂടെ EMI കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പിന്നെ 500 രൂപയെങ്കിലും വെച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും സിമ്പിളായി പറയുവാണെങ്കിൽ Nifty 50 ഇൻഡെക്സ് ഫണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച ഒരു ബെറ്റർ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫോർ മോർ സച്ച് വീഡിയോസ് ഫോളോ ദിസ് ചാനൽ.